കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഓടി നടന്ന് നമ്മളീ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്ന ഈ ഓട്ടത്തിൽ 1981 മുതൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്ത് മെജ്ഗുരി എന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ 43 വർഷങ്ങളായി പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം കാണുവാൻ പരിശ്രമിച്ചത്. ഈ ലോകത്തിൻ്റെ ഗതി എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിക്കൊണ്ട് ഒരുപക്ഷെ അല്പം ആകുലതയിലും ഭയത്തിലും കഴിയുന്ന നമ്മളെ ഓരോരുത്തരെയും ഇന്ന് പരിശുദ്ധ അമ്മ ബലപ്പെടുത്തുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 34-ാം തിരുലിഖിതം ഉച്ചരിച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്, നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഓരോ ദിവസത്തിനും അതതിൻ്റെതായ ക്ലേശങ്ങൾ മതി. എന്നിട്ട് അമ്മ പറയുന്നു, ധൈര്യമായി ഉറച്ചു നിൽക്കുക, ഭയപ്പെടരുത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ മെജ്ഗുരിലൂടെ നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്ന ഈ ഒരു ധൈര്യപൂർവമായ ഉറച്ച നിൽപ്പിനെ കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ പറയുന്നു, നിങ്ങൾ പലതിനെക്കുറിച്ചും ഭയപ്പെടുന്നുണ്ട്, നിങ്ങൾ ആകുലപ്പെടുന്നുണ്ട്, നിങ്ങൾ അസ്വസ്ഥരാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആകുലപ്പെടുന്നത്? നിങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നത്? കാരണം ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ എന്ന് ഗ്വാഡലൂപ്പയിൽ ചോദിച്ച പരിശുദ്ധ അമ്മ അതേ ചോദ്യം മെജ്ഗുരിയിൽ നമ്മോട് ആവർത്തിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ, പിന്നെ നിങ്ങൾ എന്തിന് ഭയപ്പെടണം? നിങ്ങൾ ആരെ ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിനെ ഭയപ്പെടും? നിങ്ങളുടെ ഓരോരുത്തരുടെ അമ്മയായ ഞാൻ ഈ ലോകത്ത് നിങ്ങളുടെ കൂടെ ഇത്രയും കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? അതുകൊണ്ട് പരിശുദ്ധം പറയാം, മക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കുക, നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടരുത്, ധൈര്യമായി ഉറച്ചു നിൽക്കുക. ഇന്ന് ലോകത്തുള്ള എല്ലാ ക്രൈസ്തവർക്കും വളരെ പ്രത്യേകമായ രീതിയിൽ പല രീതിയിലുള്ള ഭയം വന്നു കൂടിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സഭയിൽ തന്നെ നമ്മൾ പലതിനെയും ഭയക്കുന്നുണ്ട്. നമ്മളെ പല രൂപതകളിലുള്ള പ്രശ്നങ്ങൾ, വിശുദ്ധ കുർബാന ഏകീകരണ ക്രമവുമായിട്ടുള്ള കലുഷിതമായ പ്രശ്നങ്ങൾ, തീവ്രവാദത്തിന്റെ വളർച്ച, ചതിയുടെയും വഞ്ചനയുടെയും വ്യാപനം, സാമ്പത്തിക തകർച്ച, പകർച്ചവ്യാധികളുടെയും മറ്റ് രോഗങ്ങളുടെയും വ്യാപനം, ജോലിയില്ലാത്ത അവസ്ഥ,
മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സാരമായ സ്വാധീനം യുവജനങ്ങളുടെ ഇടയിൽ കടന്നുകൂടിയതിനാൽ തകർന്നുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങൾ, സാത്താൻ കൊടികുത്തി വാഴുന്ന അനുഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കാണുന്നത്. ഇപ്രകാരം മനുഷ്യൻ പലതിനെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പരിശുദ്ധയമ്മ പറയുകയാണ്, ഇതൊന്നും ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥനയോടെ സമചിത്തരായിരിക്കുക. നിങ്ങൾ പ്രാർത്ഥനയിൽ ധൈര്യപ്പെടുക. നിങ്ങളുടെ അമ്മയായ ഞാനിവിടെ ഇല്ലേ എന്നാണ് പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലോ പ്രിയപ്പെട്ടവരിലോ ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് സംസാരിക്കുകയാ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ശക്തിയിൽ വിശ്വസിക്കുക. ദൈവം ഉണ്ട് എന്നും ദൈവം ജീവിക്കുന്ന ഒരു സത്യമാണെന്നും ഹൃദയത്തിൽ വിശ്വസിച്ചേറ്റു പറയുക. പുത്രനായ ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ സഹായിയായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പ് ഏറ്റെടുക്കുക. ജപമാല കയ്യിലെടുക്കുക. ജപമാല പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ എന്തിനെ ഭയക്കുന്നോ അതിനെതിരായി യുദ്ധം ചെയ്യുക. പ്രാർത്ഥനയിൽ മാന്യം കൂടാതെ തീഷ്ണതയോടുകൂടി ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. ഇതാണ് മെജ്ജുകരിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം. ഭയപ്പെടരുത്, ധൈര്യമായി മുന്നോട്ട് പോവുക. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം കർത്താവ് തന്നെ നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട എന്ന വാക്കുകളാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേ. പരിശുദ്ധ അമ്മയുടെ വാക്കുകളും അത് തന്നെയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിന്റെ 41-ാം അധ്യായത്തിന്റെ 10-ാം തിരുലിഖിതത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഇപ്രകാരമാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനല്ലേ നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും എന്നുള്ള ബലപ്പെടുത്തലാണ് വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധി പറയുന്ന ഇപ്രകാരമാ, ഈ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾ ഭയപ്പെട്ടു പോകുന്നതെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് മെജ്ജുകരിലൂടെ പങ്കുവയ്ക്കുന്നു. വിശ്വസിക്കുക, ദൈവത്തിന് രക്ഷിക്കുവാൻ സാധിക്കും. നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കോ ഉത്തരം താമസിക്കുമ്പോൾ ഭയപ്പെടരുത്, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ദൈവം ജീവനുള്ളവനാണെന്നും ജീവിക്കുന്നവനാണെന്നും കരുതലുള്ളവനുമാണെന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. എൻ്റെ പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ നമ്മളെ ധൈര്യപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് അടിസ്ഥാനമായി നമ്മുടെ മുൻപിലുണ്ട്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ സഹനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. ഈ സഹനത്തിലൂടെ മുന്നോട്ട് പോവുക. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നുള്ള ഉറപ്പ് തിരുവചനം നമുക്ക് നൽകുമ്പോൾ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായിരിക്കുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുകരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുക. കാരണം അമ്മ സഹായിയായി നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ ഒരു കാര്യം അമ്മ എപ്പോഴും ആവശ്യപ്പെടുന്നു, വെറുതെ ഇരുന്നാൽ പോരാ. തീഷ്ണതയോടെ പ്രാർത്ഥനയിൽ മാന്യം കൂടാതെ
പ്രാർത്ഥിച്ചു 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 വേണം ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ. പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയരുത് എന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഭയമില്ലാതെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ ദൈവശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് തമ്പുരാനിൽ ആശ്രയിക്കുക. ഈ ദൈവാശ്രയത്തിലും ദൈവവിശ്വാസത്തിലും ആഴപ്പെട്ട് ചഞ്ചലചിത്തരാകാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ കന്യകാമറിയം മെജ്ജൂരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നാം എല്ലാവരും പലതിനെയും ഭയക്കുന്നുണ്ട്. ദൈവത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, ദൈവഭയത്തോടുകൂടി, ദൈവാശ്രയത്വത്തോടുകൂടി, ദൈവവിശ്വാസത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമ്മോട് ആവശ്യപ്പെടുകയാണ് മെജ്ജുകരയിലൂടെ. വീണ്ടും അതിനോട് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയണം. ഒന്ന്, ചില പാപ സാഹചര്യങ്ങൾ, ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പാപത്തിൽ എത്തപ്പെട്ടു, അല്ലെ പാപം ചെയ്തു, അതിനുശേഷം അതിൻ്റെ കുറ്റബോധവും പേറി മുന്നോട്ട് പോകരുത്. നമ്മളൊരു പാപം ചെയ്ത് നമ്മൾ ബലഹീനരാണ്, മനുഷ്യരാണ്. പാപത്തെ നമ്മൾ ലഘൂകരിച്ച് കാണുകയല്ല, മറിച്ച് പാപത്തിന് ചെയ്ത ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ നമ്മുടെ തമ്പുരാൻ കരുണാമയനാണ് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് പരിശുദ്ധ അമ്മ നൽകുന്നുണ്ട്. കർത്താവ് കരുണാമയനാണ്. നമ്മൾ കുമ്പസാരക്കൂടിൽ ഓടി വന്ന് ചങ്കുപൊട്ടി അനുദപിച്ച് ഇനി ആ പാപത്തിലേക്ക് വീഴുകയില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി കുമ്പസാരിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിക്കും, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. പാപം പൊറുക്കുന്ന കരുണാമനായ ഒരു ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് ഞാൻ എന്നും നിങ്ങളെന്നും പരിശുദ്ധ അമ്മ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ ചില തെറ്റുകളോ പാപ സാഹചര്യങ്ങളോ ഓർത്തോ ആ കുറ്റബോധവും പേറി മുന്നോട്ട് പോകരുത്. തമ്പുരാന്റെ കുരിശിലൂടെ അവയെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു, ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ജീവിതങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റി മുന്നോട്ട് പോവുക. കഴിഞ്ഞ കാലത്തെ അതേ അവസ്ഥയിൽ തന്നെ തുടരരുത്. അത് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കാലം സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ഭയപ്പെടരുത്. ആ ഭാരം പേറി മുന്നോട്ട് പോകരുത്. കർത്താവ് കരുണാമയനാണ്. അവന്റെ കാൽച്ചൂടെല്ലാം സമർപ്പിക്കുക, ഒരു പുതിയ സൃഷ്ടിയായി മുന്നോട്ട് പോവുക. അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ താങ്ങും. യെശയ്യാ 41:10 പറഞ്ഞല്ലേ, എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഈ താങ്ങി നിർത്തുന്ന കരുതലുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള ഒരു ഉറപ്പാണ് പരിശുദ്ധ കന്യകാമറിയം മെജ്ജുകരിലൂടെ നമുക്ക് നൽകുക. ഒന്ന്, പാപത്തിൻ്റെ ഭാരം അത് ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുക. രണ്ട്, ചില വ്യക്തികളിൽ നിന്നുണ്ടായ ചില തിക്താനുഭവങ്ങളുടെ ഭാരം. ചില വർഷങ്ങൾക്ക് മുൻപ് ചില വ്യക്തികൾ നമ്മോട് ചെയ്ത ഒരു ഉപദ്രവമായിരിക്കാം, ഇല്ല നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ച ചില കുത്തുവാക്കുകളായിരിക്കാം, ചില അനുഭവങ്ങളായിരിക്കാം. വർഷങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നീറി പകയും വിദ്വേഷവും വച്ച് മനസ്സിലിങ്ങനെ വളർത്തി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും പോലും നോക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന സഹോദരങ്ങളുണ്ട്. പരിശുദ്ധമ പറയുക, കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയുക. മറക്കാൻ പ്രയാസമാണെങ്കിലും ക്ഷമിച്ചു കളയുക. വീണ്ടും എന്നാൽ ആ വ്യക്തി അങ്ങനെ ചെയ്തല്ലോ, ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് ആ കഴിഞ്ഞകാല വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ തിന്മയിൽ, അതേ വെറുപ്പിൽ, അതേ വിദ്വേഷത്തിൽ ഈ വർഷങ്ങൾക്ക് ശേഷവും നീ മുന്നോട്ട് പോകുന്നത് നിത്യരക്ഷയ്ക്ക് പോലും അത് ഒരുപക്ഷേ അപകടകരമാകാം എന്നും നാം തിരിച്ചറിയണം. ക്ഷമിക്കാത്ത സാഹചര്യം ദൈവം നമ്മുടെ ആവശ്യം, സ്വർഗസ്വനായ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന അത് തന്നെയല്ലേ? എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം. വർഷങ്ങളായി 10, 20, 40, 50, 60 വർഷങ്ങളായി ക്ഷമിക്കാത്ത ജീവിതം, പകയുള്ള കൊണ്ട് പോകുന്ന ജീവിതം. എന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ബലിയർപ്പിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അപകടകരമാ ഇപ്രകാരമുള്ള ജീവിതം. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ മറക്കണം. ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ജീവിതത്തെ ഭയക്കരുത്. ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഭയക്കരുത്. കരുണാമയനായ തമ്പുരാന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ചുങ്കക്കാരന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, ലൂക്കായുടെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 13-ാം തെളിയിക്കുന്നത് നമുക്കൊക്കെ വലിയ ശക്തിയാണ്. ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ, ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ. ഈ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ഒക്കെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കേട്ട് ചുങ്കക്കാരനെ അനുഗ്രഹിച്ച തമ്പുരാൻ പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ട് വീട്ടിലേക്ക് പോയി. ഈ ചുങ്കക്കാരൻ പാപിയായിരുന്നെങ്കിലും ദൈവമേ പാപിയായാൽ കനിയണമേ എന്ന പ്രാർത്ഥന അവന്റെ ഹൃദയത്തിൽ നിന്ന് ചങ്കുവട്ടി പ്രാർത്ഥിച്ചപ്പോൾ കരുണാമയനായ കർത്താവ് അവനെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് അയക്കുകയാ. എന്നിട്ട് ദൈവം പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ട് വീട്ടിലേക്ക് പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന പകയും വിദ്വേഷവും വെറുപ്പും എല്ലാം കരുണാമയന്റെ കാൽച്ചുവട്ടിൽ വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ പാപിയായി കനിയണമേ. ഈ കർത്താവിന്റെ കനിവ്, കരുണ ഏറ്റെടുത്ത് നീതീകരിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമ്മോട് ആവശ്യപ്പെടുക. ധൈര്യപൂർവ്വം ജീവിക്കുവാൻ, ഭയമില്ലാതെ ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുകളിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർക്കുന്നു, നിങ്ങൾ സാത്താനെ ഭയക്കരുത്. ഭയക്കാൻ മാത്രം അവനൊന്നുമില്ല എന്നാണ് പരിശുദ്ധ അമ്മ പറയുക. നിങ്ങൾ തിന്മയെ ഭയക്കരുത്. ഭയം ഉളവാക്കത്തക്ക രീതിയിലുള്ള വില അവനില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട അത്രമാത്രം ശക്തിയൊന്നും അവനില്ല. കാരണം അവൻ ശക്തനാണെങ്കിലും അവനെ കഴിഞ്ഞും ശക്തനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകൻ, നമ്മുടെ സംരക്ഷകൻ. അതുകൊണ്ടാണ് അവനെ ഭയപ്പെടേണ്ട വിലയൊന്നും അവനില്ല എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. കാരണം നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവന്റെ തല തകർത്തവനാണ്, അവൻ തകർക്കപ്പെട്ടവനാണ്. അത് സാത്താനെ ഭയക്കരുതെന്നാണ് പരിശുദ്ധ അമ്മ പറയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണ് സാത്താനെ ഭയക്കുന്നത്? അമ്മ പറയുന്നു, സാത്താനുമായി സഹകരിക്കുന്നവനെ മാത്രമേ അവനെ ഭയപ്പെടേണ്ടതുള്ളൂ. തിന്മയുമായി സഹകരിക്കുന്നവൻ, സാത്താനോട് ചേർന്ന് മറ്റുള്ളവർക്ക് പാരമണിയുന്നവൻ, സാത്താനോട് ചേർന്ന് പാപത്തിന്റെ കെട്ടുകളുടെ സുഖക്കുഴിയിൽ അകപ്പെട്ടു പോകുന്നവൻ, മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലാത്തവൻ, തിന്മയുടെ സുഖത്തിന്റെ പുറകെ പോകുന്നവൻ, ഇവർക്ക് സാത്താനെ ഭയപ്പെടേണ്ടിയിരിക്കുന്ന കാരണം സാത്താനാണ് അവരുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന് ജീവിതങ്ങൾ സമർപ്പിച്ച ആർക്കും, സാത്താനോട് സഹകരിക്കാൻ താല്പര്യമില്ലാത്ത ദൈവത്തിന്റെ ശക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആർക്കും, നമുക്കാർക്കും സാത്താനെ ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അമ്മ പറയുക, അവന് അത്രമാത്രം വിലയൊന്നും നിങ്ങൾ കൊടുക്കരുത്. എന്നിട്ടമ്മ കൂട്ടിച്ചേർക്കുന്നു, എളിമയോടെയുള്ള പ്രാർത്ഥനയും തീക്ഷ്ണതയോടെയുള്ള സ്നേഹവും കൊണ്ട് നിങ്ങൾക്ക് സാത്താനെ പരാജയപ്പെടുത്താൻ സാധിക്കും. ശ്രദ്ധിക്കണം, എളിമയോടെയുള്ള പ്രാർത്ഥന കൊണ്ടും തീക്ഷ്ണതയോടെയുള്ള സ്നേഹം കൊണ്ടും സാത്താനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കും എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എളിമ എവിടെയുണ്ടോ അവിടെ സാത്താൻ പരാജയപ്പെട്ടു. കാരണം അവൻ അഹങ്കാരിയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അഹങ്കാരത്തിന്റെ കൊമ്പുയർത്തുമ്പോൾ ശ്രദ്ധിക്കണം, അത് സാത്താനിൽ നിന്ന് വരുന്നു.
എവിടെയൊക്കെ നമുക്ക് എളിമപ്പെടാൻ അവസരം കിട്ടുന്നുവോ അവിടെയൊക്കെ എളിമപ്പെടുമ്പോൾ അവിടെ തിന്മ പരാജയപ്പെടുകയാ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം ശക്തിയും ബലവും സാത്താന്റെ മേലുള്ളത്. ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഈ എളിമയാണ് സാത്താന് സഹിക്കാൻ പറ്റാത്തത്. പരിശുദ്ധ അമ്മ തന്റെ എളിമ കൊണ്ടാണ് സാത്താനെ വിജയം വരിക്കുന്നത്. അത് പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, തീഷ്ണതയോടെയുള്ള എളിമയോടെയുള്ള പ്രാർത്ഥന, ചുങ്കക്കാരന്റെ പ്രാർത്ഥന, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ, എളിമയോടെയുള്ള പ്രാർത്ഥന, തീഷ്ണതയോടെയുള്ള സ്നേഹം, വെറുപ്പില്ലാത്ത സ്നേഹം. എന്നെ ആരൊക്കെ ഉപദ്രവിച്ചാലും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, സ്നേഹത്തോടെ പ്രാർത്ഥിക്കും, ഹൃദയത്തിൽ വെറുപ്പില്ലാതെ പ്രാർത്ഥിക്കും. അവിടെ സാത്താൻ പരാജയപ്പെടും. ഇതാണ് ക്രൈസ്തവരായ നമ്മൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ. ഭയമില്ലാതെ മുന്നോട്ട് പോവുക, തീഷ്ണതയോടെ മുന്നോട്ട് പോവുക, എളിമയോടെ പ്രാർത്ഥിക്കുക, തന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുക. അവിടെ തിന്മ പരാജയപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മെജ്ജുകര സന്ദേശങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഭയമില്ലാതെ മുന്നോട്ട് പോകുവാൻ, ദൈവ ഭയത്തോടും ദൈവാശ്രയത്തോടും ദൈവവിശ്വാസത്തോടും മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, അമ്മയുടെ സഹായം എപ്പോഴും നമ്മോടൊത്തുണ്ട്. പരിശുദ്ധ മാറി നിൽക്കുന്ന അമ്മയല്ല. ഈ ലോകത്ത് നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന എത്ര വലിയ ഭാരമാണെങ്കിലും പ്രാർത്ഥനയിലൂടെ എളിമയോടെയുള്ള പ്രാർത്ഥനയിലൂടെ അതെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ നമുക്ക് നൽകുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ അവസാനമായി കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം അമ്മ വിളിക്കുന്ന കുഞ്ഞുമക്കളെ, കുഞ്ഞുമക്കളെ, പ്രാർത്ഥിക്കുന്നവന് ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. അമ്മ പറയുന്നു, പ്രാർത്ഥിക്കുന്നവന് ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ഒരാവശ്യമേ ഇല്ല. ഉപവസിക്കുന്നവന് തിന്മയെ ഭയപ്പെടേണ്ട ഒരാവശ്യമേ ഇല്ല. പരിശുദ്ധ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാ, കുഞ്ഞുമക്കളെ, പ്രാർത്ഥിക്കുന്നവന് ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഉപവസിക്കുന്നവന് തിന്മയെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമേ ഇല്ല എന്ന്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് അമ്മ പറയുക, വീണ്ടും ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മാത്രമേ യുദ്ധങ്ങൾ പോലും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു, ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അവിശ്വാസത്തിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ ഈ യുദ്ധങ്ങൾ പോലും എന്നും പറഞ്ഞാണ് അമ്മ മെസ്സേജ് അവസാനിപ്പിക്കുക. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ഈ ലോകത്തിൻ്റെ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഫാത്തിമയിൽ പോലും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് അമ്മ ഇപ്പോൾ ആവർത്തിക്കുകയാണ് മെജ്ജുകരിയിൽ, ഈ ലോകത്ത് നടക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അവിശ്വാസത്തിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെയും യുദ്ധങ്ങൾ പോലും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് അമ്മ പറയുകയാണ്, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുവാൻ, നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഉപവാസത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. അതുകൊണ്ട് അമ്മ പറയുക, പ്രാർത്ഥിക്കുന്നവന് ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഉപവസിക്കുന്നവനോ തിന്മയെ ഭയപ്പെടേണ്ട ആവശ്യമേയില്ല. നമ്മുടെയൊക്കെ വിശുദ്ധരുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന വിശുദ്ധര് ഈ തിന്മയ്ക്കെതിരെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് സഹോദരങ്ങളെ, ഇവരുടെയൊക്കെ ജീവിതം ഉപവാസത്തിൻ്റെ ജീവിതമാണ്. തിന്മയ്ക്കെതിരായി പ്രാർത്ഥിക്കുകയും തിന്മയ്ക്കെതിരായി പോരാടുകയും ചെയ്യുന്ന വ്യക്തികളുടെയൊക്കെ ജീവിതങ്ങൾ
ഉപവാസം എന്ന ആയുധം കൊണ്ട് പോരാടുന്ന ജീവിതങ്ങളാണ്. ഇന്ന് ക്രൈസ്തവരായ നമുക്ക് പോലും ഉപവാസം എത്ര ലാഘവത്തോടെയാണ് ചിലരൊക്കെ എടുക്കുക. വെള്ളിയാഴ്ച മാംസം വർജിക്കണമെന്ന സഭയുടെ കൽപ്പന പോലും വളരെ ലാഘവത്തോടെ എടുത്ത് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്ന ആളുകൾ. ഉപവാസം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഇതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വപ്പെട്ട വ്യക്തികൾ പോലും ഉപവസിക്കാതെയും മറ്റുള്ളവരുടെ ഉപവാസ ദിവസങ്ങളിൽ മാംസം വിളമ്പുകയും ഒക്കെ ആഘോഷിക്കുന്ന സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. സ്വർഗം ആവശ്യപ്പെടുന്നത് ഉപവാസമാണ്. ചില ഭക്ഷണപദാർത്ഥം വർജിക്കേണ്ട സമയങ്ങൾ വർജിക്കണം. വെള്ളിയാഴ്ച ഉപവാസങ്ങൾ, ഇവിടെയൊക്കെ കാരണവന്മാരെ അമ്മച്ചിമാരൊക്കെ പണ്ടൊക്കെ പല രീതിയിലുള്ള ഉപവാസങ്ങൾ എടുത്തിരുന്നു. വലിയ നോമ്പിനോ ഇല്ലെങ്കിൽ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ചെറിയ നോമ്പിന് പോലും ഉപവാസിക്കാത്ത ക്രൈസ്തവരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു നിസ്സാരമായ കാര്യമല്ല, ലാഘവത്തോടെ കാണുന്ന കാര്യമല്ല. പരിശുദ്ധ അമ്മ പറയുക, ഉപവസിക്കുന്നവന് തിന്മയെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഉപവാസം നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുന്ന പോലെ തന്നെ നമ്മുടെ തിന്മയോടുള്ള വാസനകളെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഉപവാസത്തിന് നമ്മുടെ ദുശീലങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഉപവാസത്തിന് തിന്മയോടുള്ള സകല സഹകരണത്തെയും നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. അങ്ങനെ തിന്മയെ പരാജയപ്പെടുത്താൻ സാധിക്കും. ഇത് ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ഉപവാസങ്ങൾ ഏറ്റെടുക്കണം. മെജ്ജുഗുരിയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന ഉപവാസ രീതിയെക്കുറിച്ച് പലപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു, നിങ്ങൾ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കുവാൻ. അതായത് പട്ടിണിയിരിക്കണം എന്നല്ല അമ്മ പറയുന്നത്. ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കാൻ പറയുമ്പോൾ അമ്മ പറയുന്നത് രുചികരമായ ഭക്ഷണങ്ങൾ മാറ്റി നിർത്തുക. പലരും ഒരു നേരം നോക്കി ഉപവസിക്കുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഉപവാസമുണ്ട്. പ്രധാനപ്പെട്ടത് ഏത് രീതിയിലാണെങ്കിലും ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവശക്തി നിറയുവാൻ, ധൈര്യപൂർവ്വം ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ അത്യാവശ്യമായ ഘടകങ്ങളാണെന്ന് മെജ്ജുഗുരിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെ ഭയപ്പെടാതെ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക, ഈ ലോകത്തൊന്നിനെയും ഭയപ്പെടരുത് എന്ന് നമ്മോട് ആവശ്യപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും അപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.